ഹായ് ഹലോ. അതെ, ഞങ്ങളൊരു യാത്ര പോവാണേ. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നോഹനെ ഒരു ഡേ കെയറിൽ കൊണ്ടാക്കിയിട്ടുണ്ടെന്ന്. എനിക്കൊരു പുതിയ ജോബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അവളെ ഒന്ന് ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറുമ്പൊക്കെ കൂടുതലാണ് അയാൾക്ക്. അപ്പോൾ ഡേ കെയറിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആനിവേഴ്സറി ആണ്. ഞങ്ങൾ ചെന്നിട്ട് 3-4 ദിവസമേ ആയിട്ടുള്ളൂ. എങ്കിലും അത് ആനിവേഴ്സറിക്ക് അവളെ പങ്കെടുപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനുള്ള ഡ്രസ്സൊക്കെ റെയിൻബോ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുള്ളിക്കാരത്തിനെ അവിടെ നമ്മളുടെ ഡേ കെയറുകാർ കഴിഞ്ഞു പറഞ്ഞേക്കുന്നത് കീ ഹോൾ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ബാങ്കറ്റ് ഹാളായിരുന്നു കേട്ടോ, പാലാരിവട്ടത്ത്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കേൾക്കും ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ആൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ നേരത്തെ ചെന്നു. 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ 5 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ല. നേരത്തെ പേരൻസൊക്കെ വരുന്നതേ ഉള്ളൂ. അങ്ങനെ കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് കുറേ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കോസ്റ്റ്യൂം അല്ല ഡാൻസ് പെർഫോം ചെയ്യാൻ പറയുന്നത്. എങ്ങനെയാവും ഒന്നും അറിയില്ല. ഭയങ്കര എക്സൈറ്റാണ്. അവളും എക്സൈറ്റ്, ഞാനും അതുപോലെ എക്സൈറ്റാണ്. അവൾ കയറുമോ എന്നും അറിയില്ല. അപ്പോഴത്തേക്കിനും എല്ലാവരും വന്നു. വിശിഷ്ടാതിഥികൾ, അതായത് എൻ്റെ ഫൗണ്ടർ, ഇക്കടെയൊക്കെ ഫൗണ്ടർ, പിന്നെ പേരൻസിനെ റെപ്രസെൻറ്റേറ്റീവ് ഒരു മാഡം, പിന്നെ ടീച്ചേഴ്സിനെ റെപ്രസെൻറ്റേറ്റീവ് മാഡം, അങ്ങനെ എല്ലാവരൊക്കെ ഇങ്ങനെ ഫംഗ്ഷനൊക്കെ ഓരോന്ന് സ്റ്റാർട്ടായി തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു വാവകളൊക്കെ ഇങ്ങനെ കളിക്കുന്നതൊക്കെ 1-2 വയസ്സുള്ള കുട്ടികളാണ് കേട്ടോ. ഇതിനകത്തുള്ളൊരു വലിയൊരു അബദ്ധമുണ്ട്. അത് ഈ കളിക്കുന്നില്ലേ കുട്ടികൾ, അവരുടെ കൂടെയായിരുന്നു നോഹ കളിക്കേണ്ടത്. പക്ഷെ ഇവൾക്ക് നോഹ 2 വയസ്സേ ഉള്ളൂ എങ്കിലും ഇച്ചിരി വലിയ കുട്ടിയാണ്. അപ്പം എന്ത് ചെയ്തു, 3-4 വയസ്സുള്ള കുട്ടികളുടെ കൂടെ കളിപ്പിച്ചു. പക്ഷേ എനിക്ക് തന്ന സോങ് ഈ കളിക്കുന്ന പാട്ടിൻ്റെ സോങ്ങായിരുന്നു. ഞാൻ നോഹനെ ആ സോങ് ഇട്ട് കളിപ്പിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ നോഹ കയറിയപ്പോഴത്തേക്കിനും പാട്ട് ചേഞ്ചായി. ടീച്ചർ പാട്ട് തന്നില്ല. അപ്പം അതൊരു വലിയ പ്രശ്നമായിപ്പോയി. ഞാനും ടെൻസ്ഡായിപ്പോയി. കാരണം കുഞ്ഞിനൊന്നും അറിയില്ല. ടീച്ചേഴ്സൊക്കെ നിന്ന് കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം കളിക്കുമില്ല, അത് നോക്കി നിൽക്കുകയാണ് അവിടെ പുള്ളിക്കാരത്തിന് ഇട്ട് ചാടിയാലും പിള്ളേർ ചാടുമില്ല. അങ്ങനെയാണ് നോക്കി നിൽക്കുക. അത് കുഞ്ഞു കുട്ടികളാണ്, നോഹൻ്റെ പ്രായമുള്ള കുട്ടികളാണ്. പക്ഷേ എന്താ ചെയ്യാൻ, അൺഫോർച്ചുനേറ്റ്ലി നോഹ 3-4 വയസ്സുള്ള കുട്ടികളുടെ കൂടെയുള്ള കളിയായിപ്പോയി. പക്ഷെ കളിച്ചതുമില്ല. അതെന്തായാലും ബാക്കിൽ വരുന്നുണ്ട്, അവളുടെ ടേൺ വരുന്നതേ ഉള്ളൂ. പിന്നെ കുട്ടികളുടെ അമ്മമാരുടെ പെർഫോമൻസ്, നല്ല ഡാൻസേഴ്സാണ്. എല്ലാം പ്രൊഫഷണൽസൊന്നും അല്ലെങ്കിൽ കൂടിയും എല്ലാവരും നല്ല രീതിയിൽ കളിച്ചു. പിന്നെ കുഞ്ഞുങ്ങളുടെ പലതരത്തിലുള്ള ഡാൻസ്, പല കാറ്റഗറിയിലുള്ള കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നോയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്